ഹായ്, എല്ലാവർക്കും ബ്രൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മുടെ സബ് ടോപ്പിക്കായ ഓക്സിജൻ അല്ലെങ്കിൽ ഓക്സിജനും ഹൈഡ്രജനും എന്ന് പറയുന്ന ടോപ്പിക്കിലെ ആ ഒരു രണ്ട് ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എത്ര ചോദ്യങ്ങളുണ്ടോ അത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ പ്രീവിയസ് ചോദ്യങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, ഹരിത ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? അത് നമ്മുടെ ഹൈഡ്രജനാണ്. അപ്പോൾ ഹരിത ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. സ്വയം കത്തുന്ന വാതകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. അപ്പോൾ സ്വയം കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. ലോഹങ്ങളെ ബലപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. അപ്പോൾ ലോഹങ്ങളെ ബലപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. കത്തുന്ന വായു എന്നർത്ഥത്തിൽ ഫ്ലോജിസ്റ്റോൺ എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. അപ്പോൾ കത്തുന്ന വായു എന്ന അർത്ഥത്തിൽ ഫ്ലോജിസ്റ്റോൺ എന്നറിയപ്പെട്ടിരുന്ന മൂലകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. ഇരട്ടത്തലയുള്ള രാക്ഷസൻ എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. അപ്പോൾ ഇരട്ടത്തലയുള്ള രാക്ഷസൻ എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ വായുവിൽ ജ്വലിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം ഏതാണ്? അത് ജലമാണ്. അപ്പോൾ ഹൈഡ്രജൻ വായുവിൽ കത്തുമ്പോൾ എന്ത് കിട്ടും? ഉപോൽപ്പന്നമായിട്ട് നമുക്ക് ജലം കിട്ടും. ലോഹീയ സ്വഭാവമുള്ള വാതകം ഏതാണ്? അത് നമ്മുടെ ഹൈഡ്രജനാണ്. അപ്പോൾ ലോഹീയ സ്വഭാവമുള്ള വാതകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. വനസ്പതി, നെയ്യ് എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. അപ്പോൾ വനസ്പതി, നെയ്യ് എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. ആസിഡിൻ്റെയും ആൽക്കലിയുടെയും സ്വഭാവം കാണിക്കുന്ന വാതകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. അപ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും സ്വഭാവം കാണിക്കുന്ന വാതകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. പൂരിത എണ്ണകളെ പൂരിത എണ്ണകളാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജനാണ്. അപ്പോൾ ആ പൂരിത എണ്ണകളാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. എല്ലാ ആസിഡുകളിലും കാണപ്പെടുന്ന മൂലകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. അപ്പോൾ എല്ലാ ആസിഡുകളിലും കാണപ്പെടുന്ന മൂലകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ഹെൻറി ക്യാവൻഡിഷാണ്. അപ്പോൾ ഹൈഡ്രജൻ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ഹെൻറി ക്യാവൻഡിഷാണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. അപ്പോൾ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ലാവോസിയാണ്. അപ്പോൾ ഹൈഡ്രജൻ എന്ന പേര് നൽകിയ ആരാണ്? ലാവോസിയാണ്. അന്തരീക്ഷ വായുവിലെ ഹൈഡ്രജൻ്റെ അളവ് 0.00005% ആണ്. അപ്പോൾ അന്തരീക്ഷ വായുവിൽ ഹൈഡ്രജൻ്റെ അളവ് എത്രയാണ്? 0.00005% ആണ്. ഹൈഡ്രജൻ എന്ന പദത്തിനർത്ഥം ജലം ഉണ്ടാക്കുന്നതെന്നാണ്. ഹൈഡ്രജൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ജലം ഉണ്ടാക്കുന്നത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ഹൈഡ്രജനാണ്. അപ്പോൾ ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഹൈഡ്രജനാണ്. അപ്പോൾ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ്റെ പ്രതീകം ഏതാണ്? H ആണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ പ്രതീകം ഏതാണ്? അത് H ആണ്. മാസ് നമ്പറും അറ്റോമിക നമ്പറും ഒന്നായ മൂലകം ഹൈഡ്രജനാണ്. അപ്പോൾ മാസ് നമ്പറും അറ്റോമിക നമ്പറും ഒന്നായ മൂലകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം ഹൈഡ്രജനാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരേ ഒരു മൂലകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. സൂര്യനിലെ ഊർജ്ജ സ്രോതസ്സ് അത് ഹൈഡ്രജനാണ്. അപ്പോൾ സൂര്യനിലെ ഊർജ്ജ സ്രോതസ്സ് എന്ന് പറയുന്ന മൂലകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം, ഏറ്റവും ലളിതമായ മൂലകം ഏതാണ്? അതും ഹൈഡ്രജനാണ്. അപ്പോൾ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം, ഏറ്റവും ലളിതമായ മൂലകം അതും ഏതാണ്? അതും ഹൈഡ്രജനാണ്. അപ്പോൾ ഹൈഡ്രജന് പേര് നൽകിയ ആരാണ്? അത് ലാവോസിയാണ്. നമ്മുടെ ഹൈഡ്രജൻ കണ്ടുപിടിച്ച ആരാണ്? അത് ഹെൻറി ക്യാവൻഡിഷാണ്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകം അത് ഹൈഡ്രജനാണ്. അപ്പോൾ ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. ചീമുട്ടയുടെ ഗന്ധമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡാണ്. H2S എന്ന് പറയും. അപ്പോൾ ചീമുട്ടയുടെ ഗന്ധമുള്ള വാതകം ഏതാണ്? ഹൈഡ്രജൻ സൾഫൈഡാണ്, H2S. ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? അത് ഹൈഡ്രജനാണ്. കയർ നിർമ്മാണത്തിനിടെ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ സൾഫൈഡാണ്.
അപ്പോൾ കയർ നിർമ്മാണത്തിനിടെ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ സൾഫൈഡാണ്. 1 ഗ്രാം ഹൈഡ്രജൻ ജ്വലിക്കുന്നത് മൂലം ഉൽപ്പാദിപ്പിക്കുന്ന താപോർജ്ജത്തിൻ്റെ അളവ് 143 കിലോ ജൂൾ പെർ ഗ്രാമാണ്. അപ്പോൾ 1 ഗ്രാം ഹൈഡ്രജൻ ജ്വലിക്കുന്നത് മൂലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജ്ജത്തിൻ്റെ അളവ് എത്രയാണ്? 143 kJ/g. മുറിവുകൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഹൈഡ്രജൻ പെറോക്സൈഡാണ്. അതിൻ്റെ രാസസൂത്രം എന്ന് പറയുമ്പോൾ H2O2 ആണ്. അപ്പോൾ മുറിവുകൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡാണ്, H2O2. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അപ്പോൾ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രോട്ടിയം ഉണ്ട്, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഹൈഡ്രജൻ്റെ ന്യൂട്രോൺ ഇല്ലാത്ത ഐസോട്ടോപ്പ് പ്രോട്ടിയമാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ ന്യൂട്രോൺ ഇല്ലാത്ത ഐസോട്ടോപ്പ് ഏതാണ്? അത് പ്രോട്ടിയമാണ്. ഒരു ന്യൂട്രോണുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് അത് ഡ്യൂട്ടീരിയമാണ്. ഒരു ന്യൂട്രോണുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? അത് ഡ്യൂട്ടീരിയമാണ്. 2 ന്യൂട്രോണുകളുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് അത് ട്രിഷ്യമാണ്. ഇപ്പോൾ 2 ന്യൂട്രോണുകളുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? അത് ട്രിഷ്യമാണ്. ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ട്രിഷ്യമാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? അത് ട്രിഷ്യമാണ്. തുറന്നു വച്ചിരിക്കുന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തം ഹൈഡ്രജൻ പെറോക്സൈഡാണ്. അപ്പോൾ തുറന്നു വെച്ചിരിക്കുന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തം ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡാണ്. ഹൈഡ്രജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ബോഷ് പ്രക്രിയ. അപ്പോൾ ഹൈഡ്രജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? ബോഷ് പ്രക്രിയ. ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? അത് ട്രിഷ്യമാണ്. ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? അത് ട്രിഷ്യമാണ്. ആണവ നിലയങ്ങളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം ഓക്സൈഡാണ്. അപ്പോൾ ആണവ നിലയങ്ങളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം ഓക്സൈഡാണ്. ഡ്യൂട്ടീരിയം ഓക്സൈഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? അത് ഖനജലമാണ്. ഡ്യൂട്ടീരിയം ഓക്സൈഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? അത് ഖനജലമാണ്. ഡ്യൂട്ടീരിയം ഓക്സൈഡ് കണ്ടെത്തിയ വ്യക്തി ഹരോൾഡ് യൂറെയാണ്. അപ്പോൾ ഡ്യൂട്ടീരിയം ഓക്സൈഡ് കണ്ടെത്തിയ വ്യക്തി ആരാണ്? ഹരോൾഡ് യൂറെയാണ്. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഖനജലത്തെ വേർതിരിച്ചെടുത്ത വ്യക്തി ഗിൽബർട്ട് ന്യൂട്ടൺ ലേവിസാണ്. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഖനജലത്തെ വേർതിരിച്ചെടുത്ത ആരാണ്? ഗിൽബർട്ട് ന്യൂട്ടൺ ലേവിസാണ്. ആദ്യമായി ഹൈഡ്രജൻ ബലൂൺ നിർമ്മിച്ച വ്യക്തി ജാക്കോസ് ചാൾസാണ്. അപ്പോൾ ആദ്യമായിട്ട് ഹൈഡ്രജൻ ബലൂൺ നിർമ്മിച്ച ആരാണ്? ജാക്കോസ് ചാൾസാണ്. റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ദ്രവ ഹൈഡ്രജനാണ്. അപ്പോൾ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? അത് ദ്രവ ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ ഉപയോഗിച്ചുള്ള ഊർജ്ജ ഉൽപ്പാദനത്തെ സൂചിപ്പിക്കുന്ന പദം ഹൈഡ്രജൻ എനർജി എന്നാണ്. അപ്പോൾ ഹൈഡ്രജൻ ഉപയോഗിച്ചുള്ള ഊർജ്ജ ഉൽപ്പാദനത്തെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? ഹൈഡ്രജൻ എനർജിയാണ്. ഹൈഡ്രജൻ എനർജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ജോൺ ബോക്രിസ് ആണ്. അപ്പോൾ ഹൈഡ്രജൻ എനർജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ആരാണ്? ജോൺ ബോക്രിസ് ആണ്. ഹൈഡ്രജൻ സൾഫൈഡ് കണ്ടെത്തിയ വ്യക്തി കാൾ വില്യം ഷീലെയാണ്. അപ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ് കണ്ടെത്തിയ ആരാണ്? കാൾ വില്യം ഷീലെയാണ്. അടുത്ത ചോദ്യം, ഓക്സിജൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ആസിഡ് ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ ഓക്സിജൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ആസിഡ് ഉണ്ടാക്കുന്നത്. ഹൈഡ്രജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അത് ബോഷ് പ്രക്രിയയാണ്. അപ്പോൾ ഹൈഡ്രജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? അത് ബോഷ് പ്രക്രിയയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം അത് ഓക്സിജനാണ്. ഇപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? അത് ഓക്സിജനാണ്. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞരാണ്? അത് ജോസഫ് പ്രീസ്ലിയാണ്. അപ്പോൾ ഓക്സിജൻ കണ്ടുപിടിച്ച ആരാണ്? ജോസഫ് പ്രീസ്ലിയാണ്. ഏത് സംയുക്തം ചൂടാക്കിയാണ് ആദ്യമായിട്ട് ഓക്സിജൻ വേർതിരിച്ചത്? അത് മെർക്കുറിക് ഓക്സൈഡ് ചൂടാക്കിയിട്ടാണ് ആദ്യമായിട്ട് നമ്മുടെ ഓക്സിജൻ വേർതിരിച്ചത്. അപ്പോൾ മെർക്കുറിക് ഓക്സൈഡിൻ്റെ രാസസൂത്രം എന്താണ്? HgO ആണ്. അപ്പോൾ മെർക്കുറിക് ഓക്സൈഡിൻ്റെ രാസസൂത്രം ഏതാണ്? HgO ആണ്. ആവർത്തന പട്ടികയിൽ ഓക്സിജൻ ഉൾപ്പെടുന്ന ബ്ലോക്ക് ഏതാണ്? P ബ്ലോക്കാണ്. ആവർത്തന പട്ടികയിൽ ഓക്സിജൻ ഉൾപ്പെടുന്ന ബ്ലോക്ക് ഏതാണ്? P ബ്ലോക്കാണ്. ഓക്സിജൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 8 ആണ്. അപ്പോൾ ഓക്സിജൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 8 ആണ്. ഓക്സിജൻ കുടുംബം എന്നറിയപ്പെടുന്ന എത്രാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്? 16ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. അപ്പോൾ ഓക്സിജൻ കുടുംബം എന്നറിയപ്പെടുന്നത് എത്രാം ഗ്രൂപ്പ് നമ്പർ മൂലകങ്ങളെയാണ്? 16ാം ഗ്രൂപ്പ്
മൂലകങ്ങളെയാണ്. ഓക്സിജൻ്റെ പ്രതീകം എത്രയാണ്? എല്ലാവർക്കും അറിയാം, അത് O ആണ്. അപ്പോൾ ഓക്സിജൻ്റെ പ്രതീകം ഏതാണ്? O ആണ്. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? ആംശിക സ്വേദനമാണ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? ആംശിക സ്വേദനമാണ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം അത് ഓക്സിജനാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഏതാണ്? അത് ഓക്സിജനാണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ്. അപ്പോൾ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? അത് ഓക്സിജനാണ്. അഗ്നിവാതകം എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? അത് ഓക്സിജനാണ്. അപ്പോൾ അഗ്നിവാതകം അല്ലെങ്കിൽ കത്താൻ സഹായിക്കുന്ന വാതകം എന്നിങ്ങനെ അറിയപ്പെടുന്ന വാതകം ഏതാണ്? മൂലകം ഏതാണ്? അത് ഓക്സിജനാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ്. അപ്പോൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? അത് ഓക്സിജനാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? അത് ഓക്സിജനാണ്. ശുദ്ധജലത്തിലെ ഓക്സിജൻ്റെ അളവ് 89%. ഇപ്പോൾ ശുദ്ധജലത്തിൽ എത്ര ശതമാനം ഓക്സിജൻ ഉണ്ട്? 89% ഓക്സിജൻ ഉണ്ട്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥം ഏതാണ്? അത് ഓക്സിജനാണ്. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പദാർത്ഥം ഏതാണ്ടേ? അത് ഓക്സിജനാണ്. അപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇത്രയും ചോദ്യങ്ങളാണ്, നമ്മുടെ ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന് പറയുന്ന ആ ഒരു സബ് ടോപ്പിക്കിൽ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്.